നമസ്കാരം. വൈറ്റ് ഹൗസിൽ പുകയുന്ന ബ്ലൂ ബീം, ലോകം ഭീതിയിലാകുന്നു. ട്രംപിന്റെ നോർഡിക് ഏലിയൻസ് ലോകത്തെ പറ്റിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിലെ നോർഡിക് ഏലിയൻസും പ്രോജക്ട് ബ്ലൂ ബീമിന്റെ രഹസ്യ അജണ്ടയുമൊക്കെ അമേരിക്ക ലോകത്തെ പറ്റിക്കുകയാണ് എന്ന് പറയുന്നു. അമേരിക്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന നിഗൂഢമായുള്ള ഡ്രോൺ കൂട്ടങ്ങൾ, വൈറ്റ് ഹൗസിന്റെ ഇടനാഴികളിൽ ഈ ഡൊണാൾഡ് ട്രംപിനൊപ്പം നിൽക്കുന്ന വിചിത്ര രൂപങ്ങൾ, വർഷങ്ങളായിട്ട് പൂട്ടിയിട്ട UAP ഫയലുകളുടെ പെട്ടെന്നുള്ള വെളിപ്പെടുത്തലുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗോള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ലോകത്തെ ഒരു ഭീതിയുടെ മുനമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ വിനോദത്തിനും അപ്പുറം മനുഷ്യരാശിയെ മൊത്തത്തിൽ ഒരു അജ്ഞാത ഭയത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഈ വാർത്തകൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കൃത്രിമ ഭീതിക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അമേരിക്കൻ രാഷ്ട്രീയ നാടകമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വർഷങ്ങളായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പറക്കും തളികകളുടെയും അന്യഗ്രഹ ജീവികളുടെയും വിവരങ്ങൾ പെന്റഗൺ ഇപ്പോൾ ഒരു പ്രത്യേക വെബ് പോർട്ടൽ വഴി പരസ്യപ്പെടുത്തുകയാണ്. ശീതയുദ്ധകാലത്തെ റിപ്പോർട്ടുകൾ മുതൽ ആണവ നിലയങ്ങൾ മുകളിൽ കണ്ട നിഗൂഢ വെളിച്ചങ്ങൾ വരെ ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. അമേരിക്ക പെട്ടെന്ന് വലിയൊരു സുതാര്യത പ്രഖ്യാപിക്കുമ്പോൾ ലോകമൊന്ന് മനസ്സിലാക്കണം, അമേരിക്കയുടെ ചരിത്രത്തിൽ ഒന്നുപോലും വെറുതെ സംഭവിക്കാറില്ല. ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കുവാനും തങ്ങളുടെ പരാജയങ്ങൾ മറയ്ക്കുവാനും അമേരിക്ക എക്കാലത്തും ഇത്തരം നിഗൂഢതകളെ ആയുധമാക്കിയിട്ടുണ്ട്, ലോകത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്ന പ്രോജക്ട് ബ്ലൂ ബീം എന്ന സിദ്ധാന്തം അമേരിക്ക പോലുള്ള വൻ ശക്തികളുടെ കപട അജണ്ടകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. 1990കളിൽ കനേഡിയൻ ജേർണലിസ്റ്റുകളായിട്ടുള്ള സെർജ് മൊണാസ്റ്റ് പുറത്തുവിട്ട ഈ സിദ്ധാന്തം വെറുമൊരു ഭാവനയല്ലെന്ന് തോന്നിപ്പിക്കുന്നതാണ് നിലവിലെ അമേരിക്കൻ നീക്കങ്ങൾ എന്ന് പറയുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകത്തൊരു ന്യൂ വേൾഡ് ഓർഡർ അഥവാ ഏകീകൃത ആഗോള ഏകാധിപത്യ ഭരണം സ്ഥാപിക്കുവാൻ അമേരിക്കൻ കോർപ്പറേറ്റുകളും ഭരണകൂടവും ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് ആകാശത്ത് കാണുന്ന ഡ്രോൺ നാടകങ്ങൾ. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന തരത്തിലാണ് പ്രോജക്ട് ബ്ലൂ ബീമിന്റെ ഘട്ടങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യഘട്ടമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്രിമമായിട്ട് ഭൂകമ്പങ്ങൾ, ദുരന്തങ്ങൾ, ഇങ്ങനെ ഇവയൊക്കെ സൃഷ്ടിച്ച് അവിടെ നിന്ന് വ്യാജ പുരാവസ്തുക്കൾ കണ്ടെത്തുക, ഇതാണ് ലക്ഷ്യം. മനുഷ്യരാശിയുടെ നിലവിലുള്ള ചരിത്രം, വിവിധ മതങ്ങളുടെ ആധികാരികതയും ഒക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ശാസ്ത്ര സംഘങ്ങൾ ഇതിലൂടെ ശ്രമിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർത്ത് അവരെ മാനസികമായിട്ട് തളർത്തുകയാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ആദ്യ നീക്കം എന്ന് പറയപ്പെടുന്നത്. ഇത് രണ്ടാം ഘട്ടത്തിലാണ് അമേരിക്കയുടെ യഥാർത്ഥ സാങ്കേതിക യുദ്ധം ആരംഭിക്കുന്നത്. അതായത് ഭീമാകാരമായിട്ടുള്ള 3D ഒപ്റ്റിക്കൽ ഹോളോഗ്രാമുകളും ലേസറുകളും ഉപയോഗിച്ച് ആകാശത്ത് വ്യാജമായിട്ട് അന്യഗ്രഹ ജീവികളുടെ ആക്രമണമോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ രൂപങ്ങളോ ഒക്കെ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ദൃശ്യങ്ങൾ ആകാശത്ത് കാണിച്ച് അവരെ അമ്പരപ്പിക്കും. ഒടുവിൽ ഈ രൂപങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ആഗോള ദൈവമായി മാറുന്നതോടെ ലോകം ഒന്നടങ്കം ആ അമേരിക്കൻ തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ മൂന്നാം ഘട്ടം അതിമാരകമായിട്ടുള്ള മാനസിക അടിമത്തമാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഈ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള തരംഗങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരുടെ തലച്ചോറിലേക്ക് നേരിട്ട് ഡിജിറ്റൽ സന്ദേശങ്ങൾ അയക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആകാശത്ത് നിന്നും ദൈവങ്ങൾ തങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന് ഓരോ വ്യക്തിക്കും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ടെലിപ്പതിക് വിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും ഹനിക്കുന്ന ഈ സാങ്കേതിക വിദ്യയിലൂടെ ജനങ്ങളുടെ ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. നാലാമത്തെയും അവസാനത്തെയും ഘട്ടമെന്ന് പറയപ്പെടുന്ന ആഗോളതലത്തിൽ ഒരു വലിയ രക്ഷകനെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. ലോകാവസാനം അടുത്തു എന്ന ഭീതി ആകാശ ദൃശ്യങ്ങളിലൂടെയും തരംഗങ്ങളിലൂടെയും ഉറപ്പിച്ച ശേഷം രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കും. അതായത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ആഗോള ഏകാധിപത്യ ഭരണകൂടത്തെ സ്വീകരിക്കുവാൻ ജനങ്ങൾ സ്വയം നിർബന്ധിതരാകും. ഈ ആഗോള സർക്കാരിന്റെ തലപ്പത്ത് സ്വാഭാവികമായിട്ടും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും മാത്രമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജൂൺ 21 സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം നിൽക്കുന്ന നോർഡിക് ഏലിയൻസ് ചിത്രങ്ങൾ ഈ നാടകത്തിന്റെ മറ്റൊരു മുഖമാണ്. പ്ലാറ്റിനം വൈറ്റ് മുടിയും വിചിത്രമായിട്ടുള്ള ചുവന്ന സൈനിക വസ്ത്രവുമുള്ള ഈ രൂപങ്ങൾ യഥാർത്ഥത്തിൽ AI ഉപയോഗിച്ച് കൃത്രിമമായിട്ട് നിർമ്മിച്ചവയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിനപ്പുറമുള്ള ശക്തികളുമായിട്ട് സഖ്യത്തിലാണ് എന്നൊരു മിഥ്യാധാരണ സൃഷ്ടിക്കുവാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നതിന്റെ തെളിവ് കൂടിയാണിത്. വലിയ തലയും കണ്ണുകളുമുള്ള സാധാരണ ഗ്രേ ഏലിയൻസിൽ നിന്നും വ്യത്യസ്തമായി സ്കാൻഡിനേവിയൻ മനുഷ്യരെ പോലെ സുന്ദരന്മാരായിട്ട് ഒരു നോർഡിക് ഏലിയൻസിനെ ചിത്രീകരിക്കുന്നതിന് പിന്നിലും
ഒരു അമേരിക്കൻ വംശീയ അജണ്ടയുണ്ട് എന്നുള്ളതാണ്. പ്ലയാഡീസ് നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വരുന്നവരാണ് ഇവരെന്ന് വരുത്തി തീർക്കുന്നവരുടെ യൂറോപ്യൻ അല്ലെങ്കിൽ വെളുത്ത വർഗ്ഗക്കാരുടെ മേധാവിത്വത്തെ പ്രപഞ്ചതലത്തിലേക്ക് ഇവരെ വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ശ്രമം അപ്പോൾ ഇതിന് പിന്നിലുണ്ട് എന്ന് സോഷ്യൽ സയന്റിസ്റ്റുകൾ അടക്കം വിലയിരുത്തപ്പെടുകയാണ്. അമേരിക്കൻ ഗവൺമെന്റ് UAPകളെ കുറിച്ച് പഠിക്കുവാൻ തന്നെ പുതിയ UAP ഗവേണൻസ് ബോഡി രൂപീകരിക്കുകയും അതിന്റെ ഉപദേശകനായിട്ട് പ്രൊഫസർ അവി ലോബിനെ നിയമിക്കുകയും ചെയ്തതും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ശാസ്ത്രീയ വിശകലനം എന്ന പേരിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ മറ്റ് വികസ്വര രാജ്യങ്ങളുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളെയും ഒക്കെ സൈനിക പരീക്ഷണങ്ങളെയും നിരീക്ഷിക്കുവാനുള്ള ഒരു ചാരക്കണ്ണാണ്. തങ്ങളെക്കാൾ ആരും വളരരുത് എന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആകാശത്ത് കാണുന്ന പ്രതിഭാസങ്ങൾ അന്യഗ്രഹ ജീവികളുടേതാകാൻ സാധ്യത കുറവാണ് എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഇതൊരു ദേശീയ സുരക്ഷാ പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുവാൻ അവർ ശ്രമിക്കും. ബഹിരാകാശത്ത് വൻതോതിൽ ആയുധങ്ങൾ വിന്യസിക്കുവാനും മറ്റു രാജ്യങ്ങൾക്ക് മേൽ സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാനും അമേരിക്ക ഉപയോഗിക്കുന്ന സ്ഥിരം ഇരവാദമാണത്. ആകാശത്തെ നിഗൂഢതകളെ കാണിച്ച് ഭയപ്പെടുത്തി തങ്ങളുടെ പ്രതിരോധ ബജറ്റ് കോടികളായിട്ട് ഉയർത്തുവാൻ അവർക്ക് ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ സുതാര്യമാക്കുന്നു എന്ന വ്യാജേന അമേരിക്ക ലോകവ്യാപകമായിട്ട് ഡിജിറ്റൽ മലിനീകരണമാണ് നടത്തുന്നത്. ഔദ്യോഗിക ഫയലുകൾ എന്ന പേരിൽ പുറത്തുവിടുന്ന പല ദൃശ്യങ്ങളും ജനങ്ങളെ വഴിതെറ്റിക്കുവാനുള്ള തന്ത്രങ്ങളാണ്. അപ്പൊ ഇതിലൂടെ യഥാർത്ഥ ആഗോള പ്രശ്നങ്ങളായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, യുദ്ധങ്ങൾ, ദാരിദ്ര്യം എന്നിവയിൽ നിന്നും ജനശ്രദ്ധ പൂർണ്ണമായിട്ടും തിരിച്ചുവിടാൻ അമേരിക്കൻ ഭരണകൂടത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. ആകാശത്ത് കാണുന്ന എല്ലാ നിഗൂഢ വെളിച്ചങ്ങളും അന്യഗ്രഹ പേടകങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ അത്യാധുനിക ഡ്രോൺ പരീക്ഷണങ്ങളും സൈനിക തന്ത്രങ്ങളുമാണ് എന്ന് ഓർക്കുക. അമേരിക്ക തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നെയ്യുന്ന ഇത്തരം വലിയ കോൺസ്പിറസി നാടകങ്ങളെ ശാസ്ത്രീയമായിട്ടുള്ള യുക്തിയുടെയും രാഷ്ട്രീയമായിട്ടുള്ള ജാഗ്രതയുടെയും ഒക്കെ വേണം ലോകം സമീപിക്കാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭയമല്ല, മറിച്ച് വസ്തുതകളെ തിരിച്ചറിയുവാനുള്ള വിവേകമാണ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഈ വൈറ്റ് ഹൗസിൽ പുകയുന്ന ബ്ലൂം ബീം അങ്ങനെ പുകയട്ടെ, ലോകം ഭീതിയിലാകാതിരിക്കട്ടെ. ട്രംപിന്റെ നോർഡിക് ഏലിയൻസ് ലോകത്തെ പറ്റിക്കുന്നു, ജനത്തെ പറ്റിക്കുന്നു. അമേരിക്കക്കാർക്ക് ഒന്നാമനാവാൻ, വെള്ളക്കാർക്ക് മുകളിലേക്ക് എത്തുവാൻ ട്രംപിന് വീണ്ടും ഏകാധിപതിയാകുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെല്ലാം.